بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു താല വർഷിപ്പിച്ച് നമ്മെ രണ്ട് ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല മനുഷ്യരായി അള്ളാഹു താല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ അൽഹംദുലില്ലാ പ്രവാസികളായ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, കുറേ മോഹങ്ങളുണ്ട്. ചില ആളുകൾക്ക് നല്ലൊരു വീട് വെക്കണം, എന്നിട്ട് സ്വസ്ഥമായിട്ട് ഭാര്യയും കുട്ടികളും കുടുംബമായിട്ട് കഴിയണമെന്നാണ് ആഗ്രഹം. വേറെ ചില ആളുകളുടെ ആഗ്രഹം പെങ്ങന്മാരെയും അതുപോലെ സ്വന്തം പെൺമക്കളെയും ഒക്കെ കല്യാണം കഴിച്ചയക്കണം, അങ്ങനെ അയച്ചതിൻ്റെ പേരിലുണ്ടായ കടങ്ങൾ വീട്ടണം. അങ്ങനെയൊക്കെയുള്ള പലതരം ആഗ്രഹങ്ങളുള്ളവരുണ്ട്. വേറെ ചില ആളുകൾ കൂടുതൽ സൗകര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി വാഹനം വാങ്ങണം. അങ്ങനെയൊക്കെയുള്ള പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പദ്ധതികളുമായിട്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിലെ ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. പരിശുദ്ധ റമളാൻ കഴിഞ്ഞു. റമളാനിൽ നമുക്കറിയാം, ആളുകൾ കുറേയൊക്കെ പള്ളിയുമായും വിശുദ്ധ ഖുർആനുമായും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളും ദുആകളും ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും തൗബകളുമായി കൊണ്ട് കഴിഞ്ഞിരുന്നു. പരിശുദ്ധമായ ഈദുൽ ഫിത്ർ കഴിഞ്ഞു. വീണ്ടും ആളുകൾ പഴയ പടിയിലേക്ക്, പള്ളിയിലെ നമസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ ആ നമസ്കാരത്തിലേക്ക് പോകാതെ 5 നേരത്തെ നമസ്കാരത്തിൽ പോലും പോരായ്മയും വീഴ്ചയും വരുത്തിക്കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാതെ ഒക്കെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം മലയാളത്തിൽ ഒരു പരസ്യം കണ്ടത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ പേയിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്തേക്ക് ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ വന്നിട്ടുള്ള നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഫാമിലി, ഒരു ആണോ പെണ്ണൊക്കെ ആകാം, അവര് ഒരു നിശ്ചിത വാടക തന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുകയാണ്. അവർ അന്തി ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, സാധാരണ സ്വന്തം വീട്ടിലേതുപോലെ ആ വീട്ടിൽ കഴിയുന്നു. നമുക്ക് മാസം വാടകയും തരും. ഇതിനാണ് പേയിങ് ഗസ്റ്റ് എന്ന് പറയാം. ഇത് കേരളത്തിൽ വന്നിട്ട് കുറേ കാലമായി, ഒരു 10, 13, 14 വർഷങ്ങളായി ഇത് ധാരാളമായിട്ട്, പ്രത്യേകിച്ച് കാസർഗോഡ്,
കൊച്ചി, അങ്ങനെയുള്ള പല ഭാഗത്തും ഇത് വ്യാപകമായിട്ട് ഉണ്ട്. ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പരസ്യം എന്താണെന്ന് അറിയോ നിങ്ങൾ? പ്രായമായ മാതാവിന് പിന്നെ മാതാവിൻ്റെ കൂടെ മനോഹരമായൊരു വീട്ടിൽ കഴിയാനുള്ള അവസരമുണ്ട്, ആവശ്യമുള്ളവർ ബന്ധപ്പെടുകാറുണ്ട്. അവ സംഭവം എന്താണ്? പ്രായം ചെന്ന ഒരു മാതാവുണ്ട്, ഒരു ഉമ്മ. ആ മാതാവിന് ഒരാൾ അടുത്ത് വേണം. മകനും മകൾക്കും പിന്നെ മറ്റുള്ള ആളുകൾക്കൊന്നും ആ വീട്ടിൽ നിന്ന് ഈ മാതാവിൻ്റെ കൂടെ കഴിയാനുള്ള താല്പര്യമല്ല. അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകണം, അവരുടെ ബിസിനസ്സിന്റെ ലോകത്തേക്ക് പോകണം, അവരുടേതായ ഒരു പിന്നെ സ്ഥലത്തേക്ക് പോകണം. ഇവിടെ നിന്നിട്ട് മറ്റുള്ള ആരെങ്കിലും അറിയാൻ പിന്നെ യാതൊരു ബന്ധമില്ലാത്ത അങ്ങനെ പരസ്യം കൊടുത്ത് ആരാ വരും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവരെ അത്തരം ആളുകളടുത്ത് ഏൽപ്പിച്ച് ഈ പിന്നെ അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ മാതാവിനെ ഏൽപ്പിച്ച് പോകാനുള്ള ഒരു തന്ത്രം, ഒരു തരം കൗശലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു അവസ്ഥയിലേക്ക് പിന്നെ നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വലിയത് പറയും, ദൈവത്തിന്റെ നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രി ആണെന്നൊക്കെ പറയും. ഇപ്പൊ അറബിയിലും അങ്ങനെ പറയുന്നത്. കേരള എന്ന് പറഞ്ഞാൽ ഖൈറുള്ള, അള്ളാന്റെ ഖൈറായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഖൈറുള്ള എന്നായിരുന്നു കേരളത്തിന്റെ പേരുന്ന. അത് പിന്നെ കേരള എന്നായതാണെന്ന് പറയുന്നത് അള്ളാഹ്ക്കറിയാം. അപ്പോ അങ്ങനത്തെ ഒരു നാടിലാണ് എന്ത് ചെയ്യുന്നത്? സ്വന്തം ജന്മം തന്ന, പ്രസവിച്ച് പാലൂട്ടി വളർത്തിയിട്ടുള്ള, സ്നേഹവാത്സല്യങ്ങൾ തന്ന വൃദ്ധയായ മാതാവിനെ ഏതോ ഒരാൾക്ക് ഇട്ടുകൊടുത്തിട്ട് ദൂരേക്ക് മക്കൾ പോവുകയാണ്. പ്രായം ചെന്ന ആളുകളോട് കാരുണ്യമില്ല, ദയയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇന്നലെ സൗദി അറേബ്യയിലെ ഒരു പിന്നെ വധശിക്ഷ നടപ്പാക്കുണ്ടായി. ആ വധശിക്ഷ ഖമീസ് മുഷൈത്ത് ആ ഭാഗത്താണ്. എന്താ പ്രശ്നം എന്നറിയോ? ഒരാള് തൻ്റെ മാതാവിനെ വെടിവെച്ച് കൊന്നു. മാതാവിനെ ഗണ്ണുപയോഗിച്ച് പലതവണ വെടിവെച്ച് കൊന്നതിൻ്റെ പേരിൽ കോടതി ഇയാളെ ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. കേസ് വന്നപ്പോൾ ഖാളി കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ വ്യക്തി സ്വന്തം മാതാവിനെ നിരവധി തവണ വെടിയുതിർത്ത് കൊന്നു, അതുകൊണ്ട് തന്നെ ഇയാളുടെ തലവെട്ടേണ്ടത് വളരെ നിർബന്ധമാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ കാലത്ത് അയാളുടെ തലവെട്ടുകയും ചെയ്തു. അപ്പൊ സ്വന്തം മാതാവിനെ പോലും പിന്നെ കൊല്ലുന്നൊരവസ്ഥ. അതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ പല ഭാഗത്തും ധാരാളമാണ്. ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല, അത്ഭുതമുള്ള സംഭവം എന്നല്ല, ഇഷ്ടംപോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മാതാവാണെന്നോ പിതാവാണെന്നോ ഒരു പരിഗണനയുമില്ല. എന്താണോ മനുഷ്യന് തോന്നുന്നത് അത് ചെയ്യുന്നൊരവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ എന്ത് ചെയ്യാണ്? എന്തുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത്? ദുനിയാവിനോടുള്ള ഒരു പ്രേമാണ്, ഭൗതിക ലോകത്തോടുള്ള ഒരാഗ്രഹം, അത്യാർത്തിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഐഹിക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നു, ദുനിയവിയായ ജീവിതത്തിന് അധികമായ പ്രാധാന്യം നിങ്ങൾ നൽകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയണ്ടായി. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടതുണ്ട്. എത്രയോ സഹോദരങ്ങൾ മരണപ്പെട്ടു പോവുകയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ കൂട്ടത്തിലോ കുടുംബത്തിലോ പരിചയത്തിലോ ഉള്ള പലരും മരണപ്പെട്ട് കാണാം. നിങ്ങൾക്ക് നോക്കൂ, ഇപ്പം ഈ അടുത്തൊക്കെ എത്ര അപകടങ്ങളാണെന്നറിയോ? ഈ അറാറിന്ന് ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ ദിവസം പിന്നെ 2 അപകടങ്ങളുണ്ടായി. ഒന്ന്, 6 ആളുകൾ സഞ്ചരിക്കുന്ന ഒരു കുടുംബത്തിലെ 6 ആളുകൾ സഞ്ചരിക്കുക. അതിലെ മാതാവും 2 കുട്ടികളും അപകടത്തിൽപ്പെട്ട് കാറ് മറിഞ്ഞ് ഉടനെ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെയൊക്കെ മനസ്സിൽ നമ്മുടെ മനസ്സിലെ മോഹങ്ങൾ ഉള്ളത് പോലെ അവരുടെ മനസ്സിൽ എത്ര ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാകാം.
കുട്ടികൾ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ മാർക്കറ്റിൽ പോകുന്നു, പിന്നെ ഷോപ്പുകളിൽ കയറുന്നു, അവിടുന്ന് ഡ്രസ്സുകളൊക്കെ വാങ്ങുന്നു, അതുപോലെ കളിക്കോപ്പുകൾ വാങ്ങുന്നു, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ തുള്ളിച്ചാടി അവിടെ നിന്ന് സന്തോഷമായിട്ട് മനസ്സിൽ അലതല്ലുന്ന ആഹ്ലാദവുമായി വരുമ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കഴിയാണ്. എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു ലുഖ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായമുണ്ട്, സൂറ ലുഖ്മാൻ. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയാണ്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല എപ്പോഴാണ് മരണപ്പെടുക എന്ന്. ഒരു നഫ്സിനും അറിയില്ല എപ്പോഴാണ് അവൻ മരണപ്പെടുക എന്നുള്ളത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. ഓരോ ആളും നാളെ എന്താണ് സമ്പാദിക്കുക എന്നറിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എപ്പോഴാണ് മനുഷ്യ നീ മരണപ്പെടുക എന്ന് നിനക്കറിയൂല. എപ്പോഴാ മരിക്കാന്നറിയില്ലോ പ്രിയപ്പെട്ടവരെ. ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലില്ല. ആളുകളുടെ മനസ്സിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇല്ല. അതുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ, ഓരോ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ, അതുപോലെ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി കൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, മരണത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. ഖബറിന്റെ അടുത്ത് പോയി അള്ളാഹുവിന്റെ റസൂല് നിന്നു. അങ്ങനെ നിന്നിട്ട് നബി ഇങ്ങനെ ആ നിൽക്കുന്ന അവസ്ഥ സ്വഹാബത്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ പ്രവാചകന്റെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വീണ് ഭൂമിയിലേക്ക് നബിതങ്ങളുടെ ആ കണ്ണുനീര് വന്നിട്ട് ഭൂമി നനഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അടുക്കൽ നിന്ന് കരയുന്ന ആ സംഭവം കണ്ടുകൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ ഹബീബേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് എന്താണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ച് കളയുന്ന, എല്ലാ ആസ്വാദനങ്ങളെയും തകർത്തു കളയുന്ന, എല്ലാ മോഹങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ഓർക്കണം. ഓർത്താൽ മതിയോ? മരണത്തെക്കുറിച്ച് ഓർത്താൽ മതിയോ? പോരാ. അക്സിറൂ, നിങ്ങൾ ധാരാളമായി ഓർക്കുവിൻ. എപ്പോഴെങ്കിലും ഒന്ന് ഓർത്താൽ പോരാ. ആരെങ്കിലുമൊക്കെ മരണപ്പെടുമ്പോൾ, ആരുടെയെങ്കിലുമൊക്കെ മരണവാർത്ത കേൾക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ. എനിക്കും മരിക്കേണ്ടതുണ്ടല്ലോ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം, അല്ലെങ്കിൽ ധാരാളമായിട്ട് ഓർക്കണം. അതാണ് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് ചോദിച്ചു, മൻ അഖിയസുൻ നാസി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബുദ്ധിമാൻ, ആരാണ് ബുദ്ധിജീവിയായിട്ടുള്ളവൻ? പ്രവാചകനോട് ചോദിച്ചു. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാൻറ്റൊക്കെ എടുത്ത്, ഒരു ജുബ്ബയൊക്കെ ധരിച്ച്, തോളിൽ ഒരു തുണിസഞ്ചിയും തൂക്കി, ഒരു പിന്നെ താടിയും മീശയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി, മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി, അങ്ങനെയുള്ള ഒരാളാണോ ബുദ്ധിജീവി? അല്ല. മറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫഖാല അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു. ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയും ചെയ്തവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുക, അല്ലെങ്കിൽ ധാരാളമായിട്ട് ഓർക്കുക. രാവിലെ ഓർക്കുക, ഉച്ചക്ക് ഓർക്കുക, രാത്രിയൊക്കെ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നമ്മുടെ മക്കൾ ആ ഖബറിലായിരിക്കും, ഈ മണ്ണിന്റെ വയറിലായിരിക്കും, ഏകാന്തമായ ലോകത്തായിരിക്കും. നമ്മുടെ വാത്സല്യനിധികളായിട്ടുള്ള, സ്നേഹം തന്ന, നമുക്ക് വേണ്ടി വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, നമുക്ക് വേണ്ടി
ഒരുപാട് രാത്രികൾ ഉറക്കമിളിച്ച മാതാപിതാക്കൾ, നമുക്ക് വേണ്ടി മറ്റുള്ള ആളുകളുടെ ആട്ടും തുപ്പും കേട്ട മാതാപിതാക്കൾ, നമുക്ക് വേണ്ടി ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ചിട്ടുള്ള മാതാപിതാക്കൾ, അവരൊരു പക്ഷേ ഇന്ന് എവിടെയായിരിക്കാം? ഖബറിന്റെ ആ ഏകാന്ത ലോകത്തായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ഓർക്കണം, ധാരാളമായി ഓർക്കണം. വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു, മരണത്തിന് നമ്മൾ കൂടുതൽ തയ്യാറായി നിൽക്കണം. സ്വഹാബാവര്യന്മാരൊക്കെ പലരും അവര് കഫംപുടവയൊക്കെ നേരത്തെ വാങ്ങി വെക്കുന്ന, മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക, എപ്പോഴും മരിക്കാം എന്നുള്ളത്. എന്നിട്ട് ദുനിയാവിനോട് കൂടുതൽ ചിന്തയൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? അവർ ഈ വസ്ത്രം ഇങ്ങനെ നോക്കും, കഫംപുടവ നോക്കും. റബ്ബേ, ഞാൻ മരിച്ചാൽ ഈ തുണിയിലാണല്ലോ എന്നെ പൊതിഞ്ഞ് കഫൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ഖബറടക്കം ചെയ്യേണ്ടത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഹുമുൽ അഖിയാസ്, അങ്ങനെയുള്ള മരണചിന്ത ധാരാളമുള്ള, മരണത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള ആ ആളുകളാണ് ബുദ്ധിമാന്മാർ. ദഹബു ബിശറഫി ദുനിയ വകറാമത്തിൽ ആഖിറ. ആ ദുനിയാവ് നമുക്ക് വേണം. ഇവിടെ ദുനിയാവൊക്കെ ഉപേക്ഷിക്കണം എന്നല്ല. നമുക്ക് അധ്വാനിക്കാം, പണം സമ്പാദിക്കാം, മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കാം, നല്ല ഡ്രസ്സ് വാങ്ങാം, നല്ല ഭക്ഷണം കഴിക്കാം, അതൊക്കെ. പക്ഷേ അള്ളാഹുവിനെ മറന്ന്, മരണത്തെ മറന്ന്, ഖബറിനെ മറന്ന്, അതുപോലെ തന്നെ ആഖിറത്തിനെ മറന്ന്, ഹിസാബിനെ മറന്ന്, അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്കൊരിക്കലും പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, ഏ മനുഷ്യ, നിങ്ങളെ വെറുതെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഫഹസിബ്തും, അവർ വിചാരിക്കുന്നുണ്ടോ, നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസാ, വെറുതെയാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന്. ഇവിടെയുള്ള പുൽച്ചെടികൾ, ഇവിടെയുള്ള താളും തവരയും ഒക്കെ മുളച്ചു പൊന്തുന്നു, നശിച്ചു പോകുന്നു. ഇതുപോലെ വൃഥാ സൃഷ്ടിച്ചതാണ് നിങ്ങളെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കപ്പെടുകയില്ല എന്നും, ആ മഹ്ശറ ലോകത്ത് ഏകാന്തരായി നിൽക്കുകയില്ല എന്നുമൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ രാവും പകലും, നമ്മുടെ ഓരോ സംസാരങ്ങളും, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മൾ സമ്പാദിച്ചതും, നമ്മുടെ എല്ലാ തെറ്റായ കാര്യങ്ങളും, നമ്മുടെ എല്ലാ നല്ലതായ കാര്യങ്ങളും അല്ലാഹു തആല വിചാരണ ചെയ്യുകയില്ല, സ്വർഗവും നരകവുമില്ല എന്നൊക്കെയുള്ള ധാരണ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് വേണ്ട. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ മേൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. തീർച്ചയായും മരണം എന്നുള്ള സംഗതി അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയോ ആളുകൾ ഗഫ്ലത്തിലാണ്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാണ്. അവർക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല പ്രിയപ്പെട്ടവരെ. ആളുകൾ ദുനിയാവിനോടുള്ള അമിതമായ ആർത്തി കൊണ്ട് ഏതൊക്കെ രൂപത്തിലാ ജീവിക്കുന്നത്. മദ്യത്തെക്കുറിച്ച് പറഞ്ഞു, മൂക്കറ്റ മദ്യപിക്കുന്ന ആളുകൾ, അതുപോലെ മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, അത് വിൽപ്പന നടത്തുന്ന ആളുകൾ, അതിനു വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അതുപോലെ വിവിധ രൂപത്തിലെ ഹറാമായ സമ്പത്തുകൾ ഉപയോഗിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ പലിശ ഉപയോഗിക്കുന്ന അവസ്ഥ ധാരാളമായി വർദ്ധിക്കുന്ന, മാത്രമല്ല പലിശയുടെ പൊടിപടലമെങ്കിലും ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ല എന്ന്. അത്രമാത്രം ഇത് വ്യാപകമാകുന്ന, അതാണ് ഗഫ്ലത്തിൽ കഴിയുന്ന ആളുകൾ. ഈ ഗഫ്ലത്തിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവര് വിചാരിക്കുന്നില്ല, അള്ളാഹു എനിക്കെന്തിനെ കണ്ണ് തന്നു, എനിക്കെന്തിനെ കാത് തന്നു, എനിക്കെന്തിന് ഈ ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും മനസ്സും റബ്ബെന്തിന് തന്നു എന്ന് മനുഷ്യർ വിചാരിക്കുന്നില്ല. നടക്കാൻ 2 കാലുകൾ, അതുപോലെ ഈ ജീവൻ, ആരോഗ്യം, രക്തം, ഇതെല്ലാം അവന് നൽകിയത് എന്തിനെയെന്ന് അവൻ വിചാരിക്കുന്നില്ല. അവരിങ്ങനെ എന്ത് ചെയ്യുന്നു? അടിച്ച് പൊളിച്ച് സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ജീവിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ദർഹും
യഅകുലൂ വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൽ പറയാ, ദർഹും അവരെ വിട്ടേക്കുക. യഅകുലൂ അവർ ഭക്ഷിക്കുന്നു, വയതമത്തഉ അവർ സുഖിക്കുന്നു. അവരിങ്ങനെ തിന്നുകയും കുടിക്കുകയും അതുപോലെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വയുൽഹിഹിമുൽ അമൽ അവരുടെ ആർത്തി, അവരുടെ അതിരുവിട്ട സ്വപ്നങ്ങൾ അവരെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അവർക്കൊരുപാട് മോഹാൻ, ഒരുപാട് ദുനിയാവിൽ ഒരുപാട് നല്ല സുന്ദരികളായ പെണ്ണ് വേണം, നല്ല വീട് വേണം. നിങ്ങൾ കണ്ടില്ലേ ഇപ്പം അടുത്ത് മലപ്പുറത്ത് ഒരു വീടിൻ്റെ മാറി താമസം, സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന്, 1 കോടിയൊന്നുമല്ല, എത്രയോ കോടികൾ അതിന് ചെലവാക്കിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ആ വീട് കൊണ്ട് മാത്രം ഒരു 50 60 വീടൊക്കെ പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അത്ര വലിയൊരു വീട് എന്ന് പറഞ്ഞാൽ വെറും വീടല്ല, വലിയ സ്വിമ്മിംഗ് പൂൾ, വലിയ മറ്റുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മനുഷ്യർക്ക് മരിക്കണം എന്നുള്ള ചിന്തയൊന്നും ഇല്ല എന്നുള്ള. നിങ്ങൾ നോക്കൂ, ചില ആളുകൾക്ക് എന്താണ് അതിര് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ദീർഘമായിട്ടുള്ള ഒരുതരം സ്വപ്നങ്ങളാണ്. ഇന്നത് ചെയ്യണം എന്നുള്ളത്. അവനിങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് തകർക്കുന്നു, പിന്നെ വേറൊന്നുണ്ടാക്കുന്നു, അത് തകർക്കുന്നു. അതുപോലെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെയൊക്കെ എന്താണ് ഓരോന്ന് ചെയ്യുക, പിന്നെ തോന്നുമ്പോൾ ഒഴിവാക്കുക, പിന്നെ വേറൊന്ന് ചെയ്യുക. ഇങ്ങനെ ലക്ഷ്യമില്ലാതെ പണമൊക്കെ ചെലവാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊരു കാര്യം മനസ്സിലാക്കണം. ദുനിയാവിൽ ഒരുപാട് സമ്പത്തുകളുള്ള ആളുകളുണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുകളുള്ള ആളുകളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമ്പത്തുള്ള ആളുകൾ എന്ത് ചെയ്തു? അല്ലാഹു തആല നശിപ്പിച്ചു. വർഷങ്ങളോളം, ഒരുപാട് കൊല്ലക്കാലം അല്ലാഹു തആല സമ്പത്തും അതുപോലെ ഐശ്വര്യങ്ങളും നൽകിയിട്ട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു വാഗ്ദാനം ചെയ്ത ശിക്ഷ വന്നു. അപ്പോഴോ അവർക്ക് നൽകിയത് കഴിക്കാൻ, ഉപയോഗിക്കാൻ അവർക്ക് അവസരം കിട്ടിയില്ല എന്നുള്ള. അപ്പോ ഈ സമ്പത്തൊന്നും സ്ഥായിയല്ല, അത് നശിച്ചു പോകും. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കുക. മരണം, പ്രിയപ്പെട്ടവരെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവർക്കും മരണം വരും, അത് ആസ്വദിക്കും. അതിന്റെ വേദന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അനുഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞല്ലോ മരണത്തിന്റെ വേദന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്. ആരാധനക്കർഹനായി കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല, തീർച്ചയായും മരണത്തിന് വേദനയുണ്ട് എന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട ലോകത്തിന്റെ നേതാവ്, അമ്പിയാക്കളുടെ അവസാനത്തെ കണ്ണിയായ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ വേദനയിൽ നിന്ന് അങ്ങനെ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിമായി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.